എന്താ വിളിച്ചേ? എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് അശ്വതി. ഇയാളുടെ പേരെന്താ? എന്റെ പേര് ലക്ഷ്മി. ഇയാള് മുമ്പ് ഈ കോളേജിലാണോ പഠിച്ചിരുന്നത്? അതെ, ഞാൻ ഈ കോളേജിലായിരുന്നു. ഇവള് പുതിയതാ, ആദ്യമായിട്ടാ ഈ കോളേജിൽ വരുന്നത്. നീ ഇതിനു മുമ്പ് ഏത് കോളേജിലായിരുന്നു? ഞാൻ MES കോളേജിലാ പഠിച്ചിരുന്നത്. ഈ വർഷം ഞാൻ ഈ ഒരു കോളേജിലേക്ക് മാറിയതാ. സീനിയേഴ്സിനെ കണ്ട ബഹുമാനിക്കണം എന്നറിയില്ലേ കുട്ടിക്ക്? അറിയാം, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. ഇയാൾക്ക് പാട്ട് പാടാൻ അറിയോ? സമയമില്ല, ക്ലാസ്. അങ്ങനെ പോയാൽ എങ്ങനെ? ഒരു പാട്ട് പാടിയിട്ട് പോവും. ഏതായാലും ഈ കോളേജിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയാൽ മതി. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിൽ വരുന്നത്. പ്ലീസ്, ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ പോട്ടെ, പ്ലീസ്. അതെങ്ങനെ കുട്ടി, ആദ്യമായിട്ട് ഈ കോളേജിൽ വന്നു കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടിയിട്ട് വേണ്ടേ പോവാന്? ഫസ്റ്റ് ദിവസം തന്നെ ലേറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിസ് എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങൾ പൊക്കോട്ടെ, പ്ലീസ്. പ്ലീസ് ചേട്ടാ, ഞങ്ങൾ പൊക്കോട്ടെ ക്ലാസ്സിൽ. അതെങ്ങനെ അശ്വതി, നീ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടല്ലേ പോവുക? ആദ്യമായിട്ട് കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ സീനിയേഴ്സ് പറയുന്നതൊക്കെ കേൾക്കണ്ടേ? ചേട്ടാ, എനിക്കറിയാത്തത് കൊണ്ടാ. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. പ്ലീസ് ചേട്ടാ, ഒന്ന് പറ ചേട്ടാ, ഞങ്ങൾ പൊക്കോട്ടെ. അതെങ്ങനെ കുട്ടി, എന്താ പേര് പറഞ്ഞ്? അശ്വതി എന്നല്ലേ? അശ്വതി ഒരു പാട്ട് പാടിയിട്ട് പോവുക. ഇനി പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ കുട്ടി ഒരു ഡാൻസ് എങ്കിലും കളിച്ചിട്ട് പോവുക. അതല്ലേ അതിൻ്റെ ഒരു ശരി. പ്ലീസ് ചേട്ടാ, ഉപദ്രവിക്കല്ലേ പ്ലീസ്. എനിക്ക് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. ഞങ്ങൾ പൊക്കോട്ടെ ചേട്ടാ. അതെങ്ങനെ? നിക്ക് കുട്ടി, ഒരു ചെറിയ ഡാൻസ് എങ്കിലും ഒന്ന് കളിച്ചിട്ട് പോയാൽ മതി. ഷാജഹാനെ, സാറ് വരുന്നുണ്ട്. ഇയാളിപ്പോ എന്തിനാ ഈ വഴിക്ക് വരുന്നത്? എന്താ ഷാജഹാനെ, കുട്ടികൾ ഇതുവരെ ക്ലാസ്സിൽ പോയില്ലേ? പോവാണ് സാറേ. ഞങ്ങള് സാറ് സാറേ ഞങ്ങള് പോവായിരുന്നു. അപ്പോ ഒന്നുമില്ല സാറേ, ഞങ്ങള് കുട്ടികളെ കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിന്നതാ. ക്ലാസ് നടക്കുമ്പോഴാണല്ലോ പരിചയപ്പെടുന്നത്. ബാക്കിയെല്ലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പരിചയപ്പെട്ടാൽ മതി. കുട്ടികൾ ക്ലാസ്സിൽ പൊക്കെ. ഷാജഹാനെ, നീ ക്ലാസ്സിൽ പോ. സാറേ, ഈ കുട്ടി എൻ്റെ ഞാൻ അറിയുന്ന കുട്ടിയാണ്. അപ്പൊ ഒന്ന് വെറുതെ സംസാരിച്ചതാ. എന്നാ ക്ലാസ്സിൽ പൊക്കെ എല്ലാവരും. രാജു, ഷാജഹാനെ, കുട്ടിയുടെ പേരെന്താ? ശരി. എന്നാ ക്ലാസ്സിൽ പൊക്കെ എല്ലാവരും. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ക്ലാസ് പൊക്കോ. എന്താടോ ഷാജഹാനെ, റാഗിങ്ങാ? ഇല്ല സാറേ, നമ്മളെ കോളേജിൽ ആദ്യമായിട്ട് വരുന്ന കുട്ടിയല്ലേ, അപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാ. എന്നാ വിട്ടോ ഷാജഹാനെ, ഈ സാറ് വന്ന് എല്ലാം കുളമാക്കി. നമുക്ക് പിന്നെ കാണാം അവളെ. എന്നാ പോവാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ ലേറ്റ് ആയത്? ഞങ്ങളെ രണ്ട് പിള്ളേര് ഞങ്ങളെ തടഞ്ഞു വെച്ച് കുറച്ച് സമയം അവര് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഏത് പിള്ളേരാ നിങ്ങളെ റാഗ് ചെയ്യാനായിട്ട് നിർത്തിയത്? ഇവിടെ നമ്മള് അത്രയും നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായിട്ട് വരുന്ന കുട്ടികളെ റാഗ് ചെയ്യരുത് എന്ന്. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതിയിട്ട് നമ്മള് സാറിന്റെ കയ്യിൽ കൊടുക്കുക. നമുക്ക് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. ലക്ഷ്മി, നിനക്ക് ആ പിള്ളേരെ പേരറിയോ? എനിക്കറിയില്ല അശ്വതി. ഓക്കെ, കയറിയിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളെ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആണ് അല്ലേ? നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഇരിക്കുന്നതിൽ കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ കോളേജിൽ മുമ്പ് പഠിച്ചിരുന്ന കുട്ടികളാണ്. കുറച്ച് പേര് നമ്മളിന്ന് പുതിയതായിട്ട് അഡ്മിഷൻ വന്നിട്ടുണ്ട് അല്ലേ? പുതിയതായിട്ട് അഡ്മിഷൻ വന്നുള്ളവരുടെ പേരുകളൊക്കെ നമുക്ക് ചോദിച്ചിട്ട് പരിചയപ്പെടാം. അതുപോലെ നമ്മൾ ഫ്രണ്ട് ബെഞ്ച് ഫുള്ള് കാലിയായിട്ടാണല്ലോ കിടക്കുന്നത്. ഇവിടെ ആരും എത്തിയിട്ടില്ലല്ലോ. ഇനി എപ്പോഴാണാവോ ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ? ഗുഡ് മോർണിംഗ് മാം. നിങ്ങൾ ഈ കോളേജിലാണോ? ഇന്നെന്താ ലേറ്റ് ആയത്?
ഇന്ന് ബസ് കിട്ടിയില്ല. ബസ് കിട്ടിയില്ലെന്നോ? നിങ്ങൾ ഈ കോളേജിൽ പഠിച്ചിരുന്ന ആളുകളല്ലേ, നിങ്ങൾക്കറിയില്ലേ ഏത് സമയത്താ ഇവിടെ ബസ് വരുന്നതെന്ന്? ഞങ്ങള് എത്തുമ്പോഴേക്ക് ബസ് പോയി, അതുകൊണ്ടാ ബസ് കിട്ടാതിരുന്നത്. അത് മനസ്സിലായി. ഇനി ഇത് സ്ഥിരാക്കണ്ട, കയറിയിരിക്ക്. ദേ അങ്ങോട്ട് നോക്ക്, ദേ അവള് നമ്മളെ ക്ലാസ്സില്. എന്റെ മോനെ, രക്ഷപ്പെട്ട്. നമ്മള് നേരത്തെ ബാക്കി വെച്ച റാഗിങ്. വായോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇനി നാളെ കാണാം. നാളെ എല്ലാവരും നേരത്തെ എത്തണേ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എത്തണം. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. നാളെ എല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എത്തുക. അപ്പോൾ നാളെ കാണാം. കുട്ടിയുടെ പേരെന്താ പറഞ്ഞ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പേര്. അത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇനി എനിക്ക് പറയാൻ സൗകര്യമില്ല, ഞാൻ നേരത്തെ പേര് പറഞ്ഞതാണ്. ഒന്നുകൂടെ പറയൂ കുട്ടി. നിനക്ക് ഭയങ്കര ജാടയാണല്ലോ. എനിക്ക് ജാടയൊന്നുമില്ല, ഞാൻ എന്റെ പേര് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വീട് വന്ന് ചോദിക്കുന്നത്? ഇനിയും എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യേ. എന്നാ നീ പോയി കംപ്ലൈന്റ് കൊടുക്കും. എടാ രാജു, ഇവള് നമ്മളെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാന്ന്. രാജു, എന്തൊരു അഹങ്കാരാണ് അവൾക്ക്. എനിക്കും തോന്നി അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന്. നമുക്കതൊന്ന് കുറക്കണം, അവളുടെ അഹങ്കാരം. വേണ്ടടാ ഷാജഹാന്, നമ്മളെ ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, പോയിക്കോട്ടെ. എന്താടാ നിനക്കൊരു മനം മാറ്റം? ഏയ് അങ്ങനെയൊന്നുമില്ലടാ. നമ്മളെ ക്ലാസ്സിലായതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നമുക്ക് വിട്ടാലോ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ?